സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മണിക്കടല വെച്ച് ഒരു വടയുണ്ടാക്കാം. അതിന് ആദ്യം ഈ മണിക്കടല വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വയ്ക്കാം. ഇനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഈ പാത്രത്തിൽ കാണുന്ന സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 പച്ചമുളക്, 10-12 ചെറിയ ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3-4 തണ്ട് കറിവേപ്പില. കടല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് അധികം അരക്കാതെ ഒന്ന് ചതക്കിയെടുക്കാം. ഇത് കടല കറി വെക്കാൻ കുതിർത്തുമ്പോൾ കുറച്ച് കടല കൂടി വെള്ളത്തിൽ കൂടുതലായിട്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. കഴിയുമെങ്കിൽ കല്ലിലൊന്ന് ചതക്കിയെടുത്താൽ സൂപ്പറാണ്. ഇത് ക്രിസ്പിയായ നല്ലൊരു വടയാണ്. ഇനി ഈ പ്ലേറ്റിൽ കാണുന്ന മസാല കൂടി വേണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ അയമോദകം, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ എടുത്തത് 1/2 ടീസ്പൂണാണ്. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതക്കിയെടുക്കാം. ഇത് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയുമാണ്. രണ്ട് നുള്ളി കായപ്പൊടി കൂടി വേണം. ഇതിന് വറുത്ത അരിപ്പൊടിയായാലും വറുക്കാത്ത അരിപ്പൊടിയായാലും പ്രശ്നമില്ല. ഇങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് ഒതുക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒതുക്കാം. ഈ രീതിയിൽ ഒതുക്കിയെടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇത് ഒതുക്കിയെടുക്കാം.
ഇത് നല്ല ക്രിസ്പിയായി തന്നെ കിട്ടും. പൊടി കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളമാണ് 1 ടേബിൾ സ്പൂൺ. ഈ പൊടിയും അരച്ച കടലയും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ച് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ചുട്ടെടുക്കാം. ഇത് കുറച്ചെടുത്ത് വടയുടെ രൂപത്തിൽ പരത്തി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല. ഗസ്റ്റ് വരുമ്പോൾ ധൈര്യപൂർവ്വം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതൊന്ന് മറിച്ചിടാം. നല്ല ക്രിസ്പി ആയാൽ നമുക്ക് കോരിയെടുക്കാം. കടലക്കറി ഉണ്ടാക്കുമ്പോൾ വടയുണ്ടാക്കണമെന്ന് തോന്നിയോ അപ്പോൾ കുറച്ച് കടല മാറ്റിവെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാനും ഒന്നാന്തരം ക്രിസ്പി വടയാണ്. പിന്നെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല. പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെ പരിപ്പ് വെള്ളത്തിലിടണം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. കഴിക്കാനും സൂപ്പർ തന്നെ. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.